മാജിക് അവനിലേക്ക് സ്വാഗതം. നമ്മളുടെ മാജിക് അവനിലെ പല എപ്പിസോഡ്സിൽ ധാരാളമായിട്ട് നമ്മൾ നോൺ വെജിറ്റേറിയൻ വിഭവങ്ങൾ കാണിച്ചിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ടോട്ടലി വെജിറ്റേറിയൻ ആയിരുന്നു. എങ്കിലും ഇന്നത്തെ എപ്പിസോഡിൽ കുറച്ച് നോൺ വെജൊക്കെ ആകാം അല്ലേ. എന്നാലും അതിന് മുന്നോടിയായിട്ട് നോൺ വെജിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് നല്ലൊരു സ്വീറ്റ് ഡിഷ് തയ്യാറാക്കാം. അപ്പോൾ സ്വീറ്റ്സ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു വീക്ക്നെസ്സാണ്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് സ്വീറ്റ്സ് ഇഷ്ടമുള്ളവരുണ്ട്. അപ്പോൾ അത് ബേക്ക് ചെയ്തതാകാം, അതല്ലെങ്കിൽ നമ്മൾ അല്ലാണ്ട് തന്നെ കുക്ക് ചെയ്യുന്നതാകാം, സെറ്റ് ചെയ്യുന്നതാകാം, പുഡിങ്സ് ആവാം, എന്തോ ആകാം. പക്ഷേ ഇത് പുഡിങ്ങൊന്നുമല്ല, ഇത് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്ന ഒരു സ്വീറ്റാണ്. ഇത് റവയും തേങ്ങയും കൂടി ചേർന്ന് വരുന്നതാണ്. അപ്പോൾ കോക്കനട്ട് ഫ്ലേവേർഡ് തേങ്ങ എന്ന് പറഞ്ഞാൽ തേങ്ങ ചെറുകിയതല്ല നമ്മൾ ചേർക്കുന്നത്, കോക്കനട്ട് മിൽക്ക് പൗഡർ. അപ്പോൾ ശരിക്കും ഇതൊരു സ്പെഷ്യൽ സ്വീറ്റാണ്. അപ്പോൾ റവ കോക്കനട്ട് ബേക്ക്ഡ് സ്വീറ്റ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കുക. ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. റവ 1 കപ്പ്, പഞ്ചസാര 1 കപ്പ്, ഫ്രഷ് ക്രീം 1 കപ്പ്, എണ്ണ 1/4 കപ്പ്, മുട്ട 3 എണ്ണം, കോക്കനട്ട് മിൽക്ക് പൗഡർ 1 കപ്പ്, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, സോഡാപ്പൊടി 1/4 ടീസ്പൂൺ, വാനില എസൻസ് 3/4 ടീസ്പൂൺ. അപ്പോൾ നമ്മളുടെ റവ കോക്കനട്ട് ബേക്ക്ഡ് സ്വീറ്റ് തയ്യാറാക്കാം. കാര്യങ്ങളെല്ലാം ഇവിടെ റെഡിയാണ്. അപ്പോൾ റവ എന്ന് പറഞ്ഞാൽ നമ്മൾ ബോംബെ റവ എന്ന് പറയും. വളരെ തരിയായി, വളരെ എന്താ പറയുക, ഒരു ലൈറ്റ് ക്രീം കളറിലെ ഏതാണ്ട് കശകശ പോലെ ഇരിക്കുന്നു പറയാം വേണമെങ്കിൽ, അല്ല ഇങ്ങനെ പഞ്ചസാര മാതിരി അല്ലെങ്കിൽ മണൽത്തരി മാതിരി ഇരിക്കുന്ന റവയാണ് ബോംബെ റവ എന്ന് പറയുന്നത്. അപ്പോൾ അത് 1 കപ്പ്. പിന്നെ നമുക്ക് വേണ്ടത് കോക്കനട്ട് മിൽക്ക് പൗഡർ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത് തേങ്ങ ചിരകി ചേർക്കുന്നില്ല, ഡെസിക്കേറ്റഡ് കോക്കനട്ടും അല്ല, കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ചേർക്കുന്നത്. അപ്പോൾ കലക്കിയല്ല ചേർക്കുന്നത്. മിൽക്ക് പൗഡറിനെ നമ്മൾ സാധാരണ മിൽക്ക് പൗഡർ ഉപയോഗിക്കുന്നത് കോക്കനട്ട് മിൽക്ക് പൗഡർ വെള്ളമൊക്കെ ചേർത്ത് തേങ്ങാപ്പാലിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടാണ്. ഇതിപ്പോൾ ആ മിൽക്ക് പൗഡറിൻ്റെ പൊടിയായിട്ട് തന്നെ ഇതിലേക്ക് ചേർക്കാൻ പോവാണ്. പിന്നെ വേണ്ട ഫ്രഷ് ക്രീം എല്ലാം റെഡിയാണ്. പഞ്ചസാര, പൊടിച്ച പഞ്ചസാര വേണമെന്നില്ല, തരിയായാലും മതി, അത് 1 കപ്പ്, 3 മുട്ട, പിന്നെ റിഫൈൻഡ് ഓയിൽ, ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ 1/4 കപ്പ്, സോഡാപ്പൊടിയുണ്ട്, ബേക്കിംഗ് പൗഡറും ഉണ്ട്. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാത്രത്തിലേക്ക് ബോംബെ റവ, നമ്മളുടെ റവ ഇത് വറുത്ത റവയാണ്, ചെറുതായിട്ടൊന്ന് ലൈറ്റ്ലി റോസ്റ്റഡ്. ഇപ്പോൾ കടയിൽ റോസ്റ്റഡ് റവ എന്ന് പറഞ്ഞ് തന്നെയാണ് കിട്ടുന്നത്. അതിലേക്ക് ഇത് മെഷർ ചെയ്ത് വെച്ചതാണ്. ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി 1/4 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത് രണ്ടും കൂടി യോജിപ്പിച്ച് വയ്ക്കും. സോഡാപ്പൊടി 1/4 ടീസ്പൂൺ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 1 കപ്പ് ബോംബെ റവ ചെറുതായിട്ട് റോസ്റ്റഡ്. അപ്പോൾ ഇതൊരു സൈഡിൽ ഇരിക്കട്ടെ, നന്നായിട്ട് യോജിപ്പിച്ച് മാറ്റി വയ്ക്കാം. ഇനി ബാക്കി ചേരുവകളെല്ലാം കൂടി ചേർത്തിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്. ഇതിലിപ്പോൾ കോക്കനട്ട് മിൽക്ക് പൗഡറുണ്ട്, പഞ്ചസാരയുണ്ട്, ഫ്രഷ് ക്രീമുണ്ട്. ഫ്രഷ് ക്രീം ഏതാണ്ട് ഒരു 1 കപ്പ് എന്ന് തന്നെ പറയാം. 1 കപ്പ് ഫ്രഷ് ക്രീം, പിന്നെ 1 കപ്പ് പഞ്ചസാര, 1 കപ്പ് കോക്കനട്ട് മിൽക്ക് പൗഡർ, പിന്നെ അതിനോടൊപ്പം 3 മുട്ട, പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പ് ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ. പിന്നെ ഒരു കാര്യം കൂടി ആവാം, വാനില എസൻസ്. അത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷേ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാകാം. വാനില എസൻസ് ആണ് കൂടുതൽ നല്ലത്, അല്ലെങ്കിൽ കോക്കനട്ട് എസൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഇഷ്ടമുള്ള ഏത് എസൻസ് വേണമെങ്കിലാകാം, അതും കൂടി വേണമെങ്കിൽ ചേർക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു മിക്സിയിലിട്ട് ഒന്നിച്ചാക്കി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് യോജിപ്പിക്കണം. അപ്പോൾ പഞ്ചസാര, കോക്കനട്ട് മിൽക്ക് പൗഡർ, ഫ്രഷ് ക്രീം, എണ്ണ, 3 മുട്ട. അപ്പോൾ നല്ല ഒരു എന്താ പറയുക, വോളിയം കിട്ടും, നല്ലതായിട്ട് വരാം. അതിൻ്റെ കൂടെ എസൻസ് അങ്ങനെ ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിനോടൊപ്പമാണ് നമ്മളിങ്ങനെ മാറ്റി വെച്ചിരിക്കുന്ന റവയും ബേക്കിംഗ് പൗഡറും സോഡാപ്പൊടി, 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, 1 കപ്പ് റവ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഈ കാര്യം ചേർത്ത് യോജിപ്പിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാനൊന്ന് മിക്സിയിലൊന്ന് ബീറ്റ് ചെയ്തിട്ട് വരട്ടെ. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. അതുവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ചേരുവകളെല്ലാം കൂടി ചേർത്ത് ഇനി നമ്മളത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാമല്ലോ. 3 മുട്ടയുണ്ട്, 1 കപ്പ് ക്രീം, ഫ്രഷ് ക്രീം, 1 കപ്പ് കോക്കനട്ട് മിൽക്ക് പൗഡർ, പിന്നെ 1 കപ്പ് പഞ്ചസാര, ഒരു 1/4 കപ്പ് റിഫൈൻഡ് ഓയിൽ, ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ്. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ ബോംബെ റവയുടെ മിക്സ് ചേർക്കാൻ പോകുന്നത്. ഇതിൽ ബോംബെ റവയുണ്ട് ഒരു എന്തൊക്കെയല്ലേ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ സോഡാപ്പൊടി. ഇനി ഇതിലേക്ക് ചേർക്കാം, എന്നിട്ടൊന്ന് യോജിപ്പിക്കാം. നന്നായി ഇളക്കി
യോജിപ്പിച്ച്, കട്ടയില്ലാണ്ട് നന്നായിട്ട് യോജിപ്പിച്ച്. കട്ടയൊന്നും ഉണ്ടാവില്ല, എളുപ്പമാണ്. ഇപ്പോൾ പണി കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ഈസിയാണ്, വളരെ സിമ്പിൾ, ഒരു പണിയില്ല എന്ന് തന്നെ പറയാം. എന്നാൽ നല്ല റിച്ചാണ്, നല്ല സ്വാദായിരിക്കും. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക എല്ലാ കാര്യങ്ങളും എല്ലായിടത്തേക്കും ആയിക്കോട്ടെ. റവയാണ്, റവ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരുന്നിങ്ങനെ കുതിർന്ന് അതിൻ്റെ ആ ഈർപ്പമൊക്കെ വലിച്ചെടുക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അധികം നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നമ്മൾ നിൽക്കണ്ട. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റണം. ബേക്കിംഗ് ഡിഷ് ഏതാണോ അതിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളുടെ ബേക്കിംഗ് ഡിഷിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം എണ്ണയോ എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് തടവിയാലും കുഴപ്പമില്ല. എന്നിട്ട് അതിലേക്കാണ് നമ്മൾ ഈ ബേക്ക് ചെയ്യാനുള്ള കാര്യം ഈ കൂട്ട് ഒഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യാനുള്ള സ്വീറ്റിൻ്റെ മിശ്രിതം നമ്മുടെ ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റി കഴിഞ്ഞു. ഇനി ചൂടായി കിടക്കുന്ന ഒരു ഇലക്ട്രിക് അവനിലേക്ക് മാറ്റുന്നു. ഒരു 30-35 മിനിറ്റ്, 40 മിനിറ്റ്സ് വരെ, ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ ബേക്ക് ചെയ്തെടുക്കും. ഒരു 160-180 ഡിഗ്രി അതിൻ്റെ ഇടയ്ക്കുള്ള ചൂടിൽ നോക്കിയിട്ട് ചൂട് ക്രമീകരിച്ച് ബേക്ക് ചെയ്തെടുക്കും. എന്തായാലും നമ്മൾ ഇലക്ട്രിക് അവനിലേക്ക് മാറ്റാം. ഞാനൊരു 160-170 അടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 35 മിനിറ്റ്സിന് ഞാൻ ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അതൊന്ന് ബേക്കായി വരട്ടെ, അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. നമ്മളുടെ റവ ആൻഡ് കോക്കനട്ട് സ്വീറ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് സെറ്റായി കഴിഞ്ഞു. നന്നായിട്ട് സെറ്റ് ചെയ്ത്, സത്യം പറഞ്ഞാൽ ഒരു കേക്ക് മാതിരിയൊക്കെ തോന്നും, പക്ഷെ ഇതൊരു കേക്ക് അല്ല, ഒരു സ്വീറ്റാണ്. ഒരു ബസ്ബൂസ മാതിരി ഒരു സ്വീറ്റാണ്. പക്ഷേ എന്തായാലും നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാൻ പറ്റും. ഇപ്പോൾ നല്ല ചൂടാണ്, എനിക്കത് അതിൻ്റെ ഒരു ഭംഗി കണ്ടിട്ട് അതിനെ ഡിസ്റ്റർബ് ചെയ്യാനേ തോന്നില്ല കട്ട് ചെയ്തിട്ട്. എന്തായാലും ഒന്ന് സെറ്റായി തണുത്തൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഷേപ്പിൽ, സ്ക്വയർ ഷേപ്പാണെങ്കിൽ അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്ത് കഴിക്കാം. അതല്ല ഇനി കട്ടായി വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് സ്കൂപ്പ് ചെയ്ത് കഴിക്കുന്നതിലും കുഴപ്പമില്ല. അകത്തോട്ട് നല്ല സോഫ്റ്റാണ്, പക്ഷേ ഇങ്ങനെ മറിഞ്ഞ് വീഴുന്നൊരു ടെക്സ്ചർ ആയിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്തായാലും നല്ലൊരു സ്വീറ്റ് ഐറ്റമാണ്, ഒരു ഡിസേർട്ട് ഐറ്റമായിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അത് ഒരു പുഡിങ്, ഒരു ഹോട്ട് പുഡിങ്ങിൻ്റെ ലെവലിലേക്ക് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. പക്ഷേ എങ്കിലും ഒരു ഡെസേർട്ട് ഐറ്റമായിട്ട് ഒരു നല്ലൊരു വിഭവസമൃദ്ധമായ ഭക്ഷണത്തിന് ശേഷം കൊടുക്കാൻ പറ്റിയ ഒരു സ്വീറ്റാണ്. എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു വിഭവം പരീക്ഷിച്ച് നോക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു നോൺ വെജിറ്റേറിയൻ വിഭവമാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരു നോൺ വെജിറ്റേറിയൻ ഇന്ന് എന്തായാലും തയ്യാറാക്കും. പക്ഷേ ഇതൊരു കറിയല്ല, പിന്നെന്താ, ഒരു സൈഡ് ഡിഷ് അല്ല, ഇതൊരു സ്റ്റാർട്ടർ ഐറ്റമാണ്. സ്റ്റാർട്ടർ എന്ന് പറയുമ്പോൾ ഒരു സ്നാക്ക് പോലെ, അല്ലെങ്കിൽ ഒരു വലിയൊരു എന്താ പറയുക, ഒരു വലിയൊരു വിഭവം, നമ്മളൊരു വളരെ ഹെവി ആയിട്ടുള്ള ഒരു ഡിന്നറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെവി ലഞ്ചോ ഒക്കെ കഴിക്കുന്നതിന് മുന്നേ ഒരു സ്റ്റാർട്ടറായിട്ട് ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് ചെറിയ ചെറിയ ഷോർട്ട് ഈറ്റ്സ് കൊണ്ടുവരും. ഈ ചെറിയ കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ളൊരു കാര്യമായിട്ട് ഇത് കരുതാം. ഇതൊരു കെബാബാണ്. ശരിക്കും പറഞ്ഞാൽ ചിക്കൻ കൊണ്ടുള്ളൊരു കെബാബ്, ചിക്കൻ ഹറ കെബാബ് എന്ന് വേണമെങ്കിൽ വിളിക്കാം, അതല്ലെങ്കിൽ ഒരു ഗ്രീൻ കെബാബ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഒരു സ്പൈസി കെബാബ് എന്ന് വിളിക്കാം. എന്താണെങ്കിലും കുഴപ്പമില്ല. ചെറിയ ബോൾസായിട്ടാണ് ഞാനിത് തയ്യാറാക്കാൻ പോകുന്നത്. വേണമെങ്കിൽ അതിൻ്റെ ഷേപ്പ് മാറ്റി കുറച്ച് ഒരു ലോങ് ഷേപ്പിൽ, ഒബ്ലോങ് ഷേപ്പിൽ വേണമെങ്കിലും ആക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്തായാലും ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് അരച്ച് നമ്മളൊരു കെബാബ് തയ്യാറാക്കും. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ ബ്രസ്റ്റ് പീസ് 400 ഗ്രാം ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത്, വെളുത്തുള്ളി 2 വലിയ അല്ലി, ക്യാപ്സിക്കം ഒരു വലുതിൻ്റെ 1/4 ഭാഗത്തോളം എടുക്കാം, സ്പ്രിംഗ് ഒണിയൻ 3 തണ്ട്, മല്ലിയില അരിഞ്ഞത് 1/2 കപ്പ്, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, സോയാ സോസ് 1 ടേബിൾ സ്പൂൺ, മുട്ട 1 എണ്ണം, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ വറുക്കാൻ ആവശ്യമായ, മൈദ മാവ് ആവശ്യത്തിന്, ക്രഷ്ഡ് ചില്ലി 1 ടേബിൾ സ്പൂൺ വരെ ആകാം. അപ്പോൾ നമ്മളുടെ ഹറ കബാബിൽ ചിക്കൻ ഹറ കബാബിന് വേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ റെഡിയാണ്. ചിക്കൻ ബ്രസ്റ്റ് പീസാണ് ഏറ്റവും നല്ലത്. അതായത് ഒരു കോഴിയുടെ നെഞ്ചിൻ്റെ ഭാഗം,
ഒരു കോഴിക്ക് 2 ബ്രസ്റ്റ് പീസ് ഉണ്ടാവുമല്ലോ, അതെടുക്കുക. അത് ഏതാണ്ട് ഒരു 400 ഗ്രാമോളം വരും. അത് കഴുകി വൃത്തിയാക്കി കുറച്ച് വലിയ കഷ്ണങ്ങളായാലും കുഴപ്പമില്ല, മുറിച്ചെടുക്കുക. നമ്മൾ എന്തായാലും അരയ്ക്കാൻ പോവുകയാണ്. പിന്നെ വേണ്ടത് ഇതിൽ വറ്റൽമുളകിൻ്റെ തരി, അത് ക്രഷ്ഡ് ചില്ലി ഫ്ലേക്സ് വേണം. പിന്നെ കുരുമുളകുണ്ട്, കുരുമുളക് പൊടി. നമ്മൾ പച്ചമുളക് ചേർക്കുന്നില്ല, സോയാ സോസ് ചേർക്കുന്നുണ്ട്. പിന്നെ മല്ലിയില, പിന്നെ സ്പ്രിംഗ് ഒണിയൻ ഒരു 3 സ്പ്രിംഗ് ഒണിയൻ, അതിൻ്റെ താഴത്തെ ഉള്ളിയും കുറച്ച് ഇലയോട് കൂടി തന്നെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ക്യാപ്സിക്കം, പച്ച നിറത്തിലെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു ഹര എന്നുള്ള ആ ഒരു പേരിന് കുറച്ച് അർത്ഥമുണ്ട്. പിന്നെ വെളുത്തുള്ളി ഒരു ഫ്ലേവറിന് നമ്മൾ ചേർക്കുന്നു, മുട്ടയുണ്ട്. പിന്നെ റോൾ ചെയ്യുന്നതിന് മൈദാമാവ്. ഇതൊക്കെയാണ് പ്ലാൻ. പിന്നെ എണ്ണയിൽ വറുത്തെടുക്കാം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൂടി, അപ്പോൾ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസും അതിൻ്റെ കൂടെ ഇപ്പോൾ ക്യാപ്സിക്കത്തിൻ്റെ കഷ്ണം, ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ ഒരു 1/4 ഭാഗത്തോളം, പിന്നെ അതുപോലെ സ്പ്രിംഗ് ഒണിയൻ, അതിൻ്റെ ഇലയും അതിൻ്റെ ഉള്ളിയും എല്ലാം കൂടി ചേർന്ന് ഏകദേശം 3 തണ്ട്, കുറച്ച് കൂടുതൽ ഒരു 1/2 കപ്പോളം മല്ലിയില. ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചേർക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവേഴ്സ് എന്തൊക്കെയാണോ അതെല്ലാം ഇതിൽ ആകാം. 2 വലിയ അല്ലി വെളുത്തുള്ളി, പിന്നെ ചില്ലി ഫ്ലേക്സ്. ഇത് എരിവിനനുസരിച്ചിട്ട് കുറച്ച് സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതലും ആകാം. ഏകദേശം എന്താ പറയുക, 1 ടേബിൾ സ്പൂൺ വരെ ആകാം. പിന്നെ കുരുമുളക് പൊടി 1 ടീസ്പൂൺ. സോയാ സോസ് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഞാൻ അളന്ന് വെച്ചിരിക്കുവാണ്. പിന്നെ 1 മുട്ട. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇതിലെന്തൊക്കെ കാര്യങ്ങൾ ചേർന്നു എന്ന് മനസ്സിലായല്ലോ. ഇനി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ സോയാ സോസിൽ ഇച്ചിരി ഉപ്പുണ്ട് എങ്കിലും കുറച്ച് ഉപ്പ് ചിലപ്പോൾ വേണ്ടി വരും, അത് നമുക്ക് ആവശ്യാനുസരണം ചേർക്കാം. ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ചാക്കി വേണമെങ്കിൽ ഒരല്പം സമയം വെച്ചേക്കാം, അതിൻ്റെ ആവശ്യമില്ല. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സിയുടെ ചെറിയ ബൗളിലോ വലിയ ബൗളിലോ ഇട്ട് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. കണ്ടല്ലോ ഇതിൻ്റെ കൂട്ടെന്താണെന്ന്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ എരിവ് നമ്മളുടെ ഇഷ്ടത്തിനാണ്. കുരുമുളക് പൊടി 1 ടീസ്പൂൺ ഞാൻ ചേർത്തു, 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർത്തിട്ടുണ്ട്. വറ്റൽമുളകിൻ്റെ തരി അതൊക്കെ ഇഷ്ടാനുസരണം ചേർക്കാം. പച്ചമുളക് നമ്മൾ ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് ഇത് രണ്ടും ചേർത്തത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മളുടെ ചിക്കൻ ഹര കബാബിൻ്റെ കൂട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഒരു പച്ച നിറമാണ്, കണ്ടില്ലേ, ഒരു ഗ്രീനിഷ് കളറാണ്. പിന്നെ എണ്ണ ഞാൻ ചൂടാക്കാൻ വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഡീപ് ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ ചെറിയ ഉരുളകൾ ഉരുട്ടി നമ്മളത് മുട്ട വെള്ളയിലൊന്നും മുക്കുന്നില്ല, കാര്യം മുട്ടയും കൂടി ചേർത്താണ് അരച്ചെടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ വേറെ റൊട്ടിപ്പൊടിയിലൊന്നും മുക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. നമ്മൾ കുറച്ച് മൈദാ മാവിലൊന്ന് ഡസ്റ്റ് ചെയ്തെടുക്കും, അല്ലെങ്കിൽ റോൾ ചെയ്തെടുക്കും എന്ന് പറയാൻ വേണമെങ്കിൽ. ഇത് മൈദാ മാവാണ്, മൈദാ മാവിലിട്ട് റോൾ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എണ്ണ ഇപ്പുറത്തെ അടുപ്പിലേക്ക് വയ്ക്കാം. എന്നിട്ട് നമ്മളുടെ കെബാബിനെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഉരുളകളായിട്ട് ഉരുട്ടും. ഒന്ന് ഉരുട്ടി നമ്മൾ മൈദയിലൊന്ന് റോൾ ചെയ്യണം. മൈദമാവിലൊന്ന് റോൾ ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് വയ്ക്കാം. ഈ രീതിയിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. കൈ ചെറുതായി ഒന്ന് നനച്ചിട്ടായാലും കുഴപ്പമില്ല, അപ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. വെറ്റായാൽ അങ്ങനെ നമ്മൾ ചെറിയ ചെറിയ ഉരുളകൾ, തീരെ ചെറുതല്ല, എന്താ പറയുക, നാരങ്ങ വലുപ്പത്തിലുള്ള ഉരുളകൾ ഉരുട്ടി. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോ ആണ്, അല്ലെങ്കിൽ എന്താ പറയുക, അതിൻ്റെ ഒരു മിക്സ് കൂട്ട് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ വളരെ ഡെലിക്കേറ്റാണ്, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അപ്പോൾ ഉരുട്ടാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ കയ്യിൽ വെള്ളം നനച്ചിട്ട് കയ്യിലൊരു ഈർപ്പമുള്ളത് നല്ലതാണ്. അപ്പോൾ കയ്യിലൊട്ടില്ല, എളുപ്പത്തിന് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളുടെ എണ്ണ ചൂടായി. അപ്പോൾ ഓരോ റൗണ്ട്സ് അല്ലെങ്കിൽ ഓരോ ബോൾസും ഇതിനകത്തേക്ക് ഇടാം. കെബാബ്സ്
അങ്ങനെ നമ്മൾ ഓരോ കെബാബും ഇങ്ങനെ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്കിട്ട് വറുത്ത് പോകാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വറുക്കുക. ബാക്കിയിരിക്കുന്നത് ഇതുപോലെ തന്നെ ഉരുട്ടി വറുത്തെടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട് കെബാബ്സ് എല്ലാം ഒരു ഗോൾഡൻ ബ്രൗൺ ആയി തുടങ്ങുന്നുണ്ട്. നല്ല മണമാണ്. ഇങ്ങനെ ഇത് മൂത്ത് വരുമ്പോൾ ഈ കിച്ചൺ മുഴുവൻ മണക്കുന്നുണ്ട്. ശരിക്കും നല്ല ഒരു സ്മെല്ലാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് ഏതാണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞു, ആദ്യത്തെ ലോട്ട്. അപ്പോൾ നമ്മളിങ്ങനെ അതനുസരിച്ചിട്ട് ഇങ്ങനെ എടുക്കണം. അപ്പോൾ ഇതിൽ നിന്ന് ഏകദേശം ഒരു 15 കെബാബ്സ് റൗണ്ട് ഒരു വലിയ നാരങ്ങ വലിപ്പത്തിൽ വറുത്തെടുക്കാൻ സാധിക്കും. ഞാനിങ്ങനെ എണ്ണി നോക്കുമായിരുന്നു കറക്റ്റ് എത്ര കിട്ടി നമ്മൾക്ക്. ഒരു 5 മിനിറ്റ് സമയം. അത് കഴിഞ്ഞാൽ നമ്മളിത് എണ്ണയിൽ നിന്നും മാറ്റും. അത് കഴിഞ്ഞ് ബാക്കിയിരിക്കുന്ന ഉരുട്ടി വെച്ചിരിക്കുന്നതും കൂടി ഇതുപോലെ തന്നെ മൈദയിൽ റോൾ ചെയ്ത്. അപ്പോൾ ഈ ഒരു കൂട്ടെന്ന് പറയുന്നത് നമ്മൾ അരച്ചെടുക്കുന്നത് ഇച്ചിരി ഒരു വാട്ടറി പോലെ തോന്നും, ഇച്ചിരി സോഫ്റ്റാണ്. പക്ഷേ പേടിക്കേണ്ട ആവശ്യമില്ല. കൈ ഒന്ന് ചെറുതായി നനച്ചിട്ട് അത് വെച്ചിട്ടിങ്ങനെ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് മൈദയിൽ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. ഒരു കുഴപ്പമില്ല. എണ്ണയിലിട്ടാൽ പൊട്ടില്ല, അങ്ങനത്തെ ഒരു പേടിയും വേണ്ട. എന്തായാലും ഞാനിത് വറുത്തുകൊണ്ടിരിക്കുവാണ്. ഇത് പാകത്തിന് മൂത്ത് കഴിഞ്ഞാൽ ഇത് എണ്ണയിൽ നിന്നും മാറ്റും. അത് നമ്മളുടെ കെബാബ്സ് ആദ്യത്തെ ലോട്ട് എണ്ണയിൽ നിന്നും മാറ്റുകയാണ്. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ ഇരിക്കുന്ന ബാക്കി കാര്യങ്ങളും ചേർക്കാം. നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുവാണ്. ഇത് കഴിക്കുമ്പോഴും വളരെ സോഫ്റ്റാണ്. കാണുന്നത് പോലെ തന്നെയാണ്. നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റിയാണ്. അങ്ങനെ നമ്മളുടെ ചിക്കൻ ഹറ കബാബ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഈ കബാബ് കാണാനായിട്ട് ചെറിയ റൗണ്ട് ബോൾസാണ്, ഒരു ഗോൾഡൻ ബ്രൗൺ കളർ. നമുക്ക് ഇഷ്ടമുള്ള അത്രയും മൂപ്പിച്ചെടുക്കാം. പിന്നെ അത് മൂത്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല എന്താ പറയുക വലുതായി വരും. നമ്മൾ ഇടുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്ത്, കാര്യം ഇറച്ചി വേകുന്നതാണല്ലോ. പക്ഷേ അത് എണ്ണയിൽ നിന്ന് മാറ്റിക്കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ചുരുങ്ങും. പക്ഷേ വെരി സോഫ്റ്റാണ്. ഇത് നല്ലൊരു കെച്ചപ്പിൻ്റെ കൂടെയോ ചില്ലി ഗാർലിക് സോസിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ നല്ലതാണ്. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമാവും. പിന്നെ സ്വീറ്റ് ആൻഡ് സോർ ആയിട്ടുള്ളൊരു സോസ് ഉണ്ടാക്കി അതിൻ്റെ കൂടെ കഴിച്ചാലും വളരെ ഗംഭീരമായിരിക്കും. ഒരു തായ് സോസിൻ്റെ കൂടെയൊക്കെ ഭയങ്കര രസമായിരിക്കും. എന്തായാലും നല്ല മണവും രുചിയുമുള്ളൊരു വിഭവമാണ്. പെട്ടെന്ന് തന്നെ ഏതൊരു വീട്ടമ്മയ്ക്കും തയ്യാറാക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്റ്റാർട്ടർ ഐറ്റമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചിക്കൻ ഹറ കബാബ് തയ്യാറാക്കി നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടമാവും. പിന്നെ ഇതിൽ നമ്മൾ പുതിന ഇല മാത്രമേ ഉള്ളൂ ചേർക്കാത്തത്. വേണമെങ്കിൽ പുതിന ഇലയും ചേർക്കാം മല്ലിയിലയുടെ കൂടെ. പിന്നെ ഒരു പുതിന ചട്നിയുടെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഏത് കോമ്പിനേഷനിലും ഇത് കഴിക്കാൻ പറ്റിയ കാര്യമാണ്. നന്നായിട്ട് പ്രസൻറ്റ് ചെയ്താൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങൾ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് ഒരു സ്വീറ്റാണ്, റവ ആൻഡ് കോക്കനട്ട് സ്വീറ്റ്, ബേക്ക്ഡ് സ്വീറ്റാണ്. പിന്നെ രണ്ടാമത് കാണിച്ചതാണെങ്കിൽ ഒരു സ്റ്റാർട്ടർ ഐറ്റമാണ്, ഒരു കെബാബാണ്, ചിക്കൻ കെബാബ്. അപ്പോൾ ഈ 2 വിഭവങ്ങളും പരീക്ഷിക്കുക. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.